ബാന്ധവ്ഗഡ് ഫോർട്ടിന് സ്പെഷ്യാലിറ്റിയാണ് റാംജി ലക്ഷ്മണനായിട്ട് ഉണ്ടാക്കിയ ഒരു കൊട്ടാരം, ഒരു പാലസ് ഇവിടെ ഉണ്ട്. ആൻറ്റിയുടെ ഫാദറാണ് ആക്ച്വലി കേരളത്തിൽ നിന്ന് ആന ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ ആന ഇല്ലായിരുന്നു പണ്ട്. ബട്ട് എന്താണ് കാട്ടിനുള്ളിൽ ടൈഗറിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, പെട്രോളിങ് ചെയ്യാനായിട്ട് എന്താ പറയുക, ഉള്ളിലേക്ക് പോകാനായിട്ട് എലിഫൻറ്റ് എളുപ്പമായിരിക്കും. അപ്പോൾ ആൻറ്റിയുടെ ഫാദറാണ് കൊണ്ടുവന്നത് എലിഫൻറ്റിനെ. ആ ആനയ്ക്ക് 70 വയസ്സായി. ആ ആനേനെ ആക്ച്വലി ട്രെയിനിലാണ് കൊണ്ടുവന്നത് ഇവിടെ വരെ. ഈ ബാന്ധവ്ഗഡിലെ ഫേമസ് ടൈഗറാണ്. ഇതിന്റെ പേരാണ് ചാർജർ. 2 ടൈഗറാണ്, ചാർജർ ആൻഡ് സീത. ബാന്ധവ്ഗഡ് കാട്ടിനകത്ത് ഒരു അമ്പലമുണ്ട്. ആ അമ്പലം ആക്ച്വലി കൃഷ്ണ ജന്മാഷ്ടമിക്ക് മാത്രമേ തുറക്കുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നടന്നു പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ പ്രയാഗ്രാജിൽ നിന്ന് അയോധ്യ പോകാനായിട്ട് നോക്കി, നടന്നില്ല ഗൈസ്. അയോധ്യയിൽ പാതി വഴി എത്തി. അയോധ്യയിൽ എത്തിയായിരുന്നു. അയോധ്യയിലെത്തി, ഞങ്ങൾ സ്റ്റേ എടുത്തു. അപ്പം മൊത്തം തിരക്കാണ്, ജനത്തിരക്കാണ്. VIP ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അവിടെ നിങ്ങൾ ഡീവിയേഷൻ എടുത്തു. രാം മന്ദിർ പോകാൻ പറ്റിയില്ല, അവിടെ നിന്ന് ഡീവിയേഷൻ എടുത്ത് ഞങ്ങളിപ്പോൾ വന്നിരിക്കുകയാണ് ബാന്ധവ്ഗഡ്. ബാന്ധവ്ഗഡ് ഒരു ഫേമസ് ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ്. ഇവിടെ ഒരു ഫോർട്ടും ഉണ്ട്, ബാന്ധവ്ഗഡ് ഫോർട്ട് എന്ന് പറഞ്ഞ്. ബാന്ധവ്ഗഡ് ഫോർട്ടിന് സ്പെഷ്യാലിറ്റിയാണ് റാംജി ലക്ഷ്മണനായിട്ട് ഉണ്ടാക്കിയ ഒരു കൊട്ടാരം, ഒരു പാലസ് ഇവിടെ ഉണ്ട്. അത് കാട്ടിനുള്ളിലാണ്. ഓക്കെ, അതൊന്നും കാണാൻ പറ്റില്ല ഇപ്പം. അപ്പോൾ ഞങ്ങൾ കുറച്ച് പീസ്ഫുൾ ടൈം ആൻഡ് ഒരു റെസ്റ്റിനായിട്ട് വേണ്ടി വന്നതാണ്. കാരണം ഞങ്ങൾ അയോധ്യയും പ്രയാഗ്രാജൊക്കെ പോയി ഞങ്ങൾ കുറച്ച് ഹെൽത്ത് ഇമ്പാക്റ്റായി, കോൾഡും കോഫുമായി. അപ്പോൾ ഇവിടെ വന്നിട്ട് 2-3 ദിവസമായി ഞങ്ങൾ റെസ്റ്റ് ചെയ്യായിരുന്നു. ബാന്ധവ്ഗഡിൽ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് അറിയായിരിക്കും സഫാരിയുടെ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ സഫാരിയുടെ ഓപ്ഷൻ ഉണ്ട്, അടിപൊളി സ്റ്റേസ് ഉണ്ട് ഇവിടെ. കണ്ടില്ലേ, ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ നിൽക്കുന്നത് ആക്ച്വലി MPT പ്രോപ്പർട്ടിയിലാണ്, മധ്യപ്രദേശ് ടൂറിസത്തിൻ്റെ പ്രോപ്പർട്ടിയിലാണ്. പിറകെ കാണുന്ന ഒരു അടിപൊളി റിവറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസും സഫാരിയുടെ ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഹെൽപ്ഫുൾ വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും പോരും. അപ്പോൾ ഇത് പ്രോപ്പർട്ടിയുടെ അടുത്തുള്ളൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് നദിയ കിനാരെ. ഓക്കെ, എന്താണ് ഹിന്ദിയിൽ പറയുന്നത്. ഇതിൻ്റെ അടുത്തായിട്ടൊരു റിവർ കൊണ്ട് ഫ്ലോ ചെയ്യുന്നത്. റിസോർട്ടിലുള്ളവർ പറഞ്ഞ് ഇവിടെ ആനയും പുലിയൊക്കെ വരുന്നതാണ്. ഇപ്പോൾ ആരെയും കാണാനില്ല എന്തായാലും. ബട്ട് അടിപൊളി ഒരു സ്ഥലമാണ് ഇത് ആക്ച്വലി, നദിയ കിനാരെ. കാട്ടിനുള്ളിലേക്ക് റിവർ പോകുന്നു. ഒരു ചെറിയ നദിയാണ്. അപ്പോൾ ഈ കാണുന്നതെല്ലാം കോട്ടേജസ് ആണ്. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള കോട്ടേജസ് ഉണ്ട്, ട്വിൻ കോട്ടേജും പിന്നെ ഡീലക്സ് കോട്ടേജും. നിങ്ങൾ മേക്ക് മൈ ട്രിപ്പിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ MPT പ്രോപ്പർട്ടീസ് വൈറ്റ് ടൈഗർ ലോഡ്ജ്, വൈറ്റ് ടൈഗർ റിസോർട്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കാണുന്ന എല്ലാം കോട്ടേജാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ MPTയിൽ ബാന്ധവ്ഗഡിൽ ബുക്ക് ചെയ്ത ഡീലക്സ് റൂം. MPT പ്രോപ്പർട്ടിയാണ്. ഇത് കണ്ടില്ലേ, പ്രോപ്പറായിട്ട് ചെയറുണ്ട് ആൻഡ് ഒരു ടേബിളുണ്ട്, ബെഡുണ്ട് ആൻഡ് അത് ജംഗിൾ വ്യൂ ആണ്. ആൻഡ് ഇത് ക്ലോത്ത് വയ്ക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. താഴെ ഫ്രിഡ്ജാണ്. പിന്നെ അവിടെ ലഗേജ് വയ്ക്കുന്ന ഓപ്ഷൻ, TV ഉണ്ട്. വാഷ്റൂം കാണിച്ചു തരാം. വാഷ്റൂം അടിപൊളിയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ വാഷ്റൂം. ആൻഡ് മോർ ദാൻ ദാറ്റ് ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടില്ലേ, ഇതാണ് വ്യൂ. ഞങ്ങളിപ്പോൾ സുവനിയർ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. സുവനിയർ ഷോപ്പിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. അതിൻ്റെയൊക്കെ ഇട്ട് നാളെ കാണിച്ചു തരാം സഫാരിക്ക് പോകുമ്പോഴത്തേക്കും. അപ്പോൾ അത് കഴിഞ്ഞ് സുവനിയർ ഷോപ്പിൻ്റെ അടുത്തായിട്ടൊരു മ്യൂസിയം ഉണ്ട്, ഓക്കെ, റൈറ്റ് സൈഡിലായിട്ട്. ആ മ്യൂസിയത്തിലേക്ക് പോവാണ്. ഇവിടുത്തെ സ്റ്റാഫിനോടൊക്കെ സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് നല്ലൊരു ഇൻഫോർമേറ്റീവ് മ്യൂസിയം ആണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഈ റൈറ്റ് സൈഡ് കാണുന്നത് തന്നെയാണ്. ടിക്കറ്റ് ഒന്നുമില്ല, എളുപ്പത്തിൽ കയറാം. പോയി നോക്കാം നമുക്ക്. ഞങ്ങളപ്പോൾ ബാന്ധവ്ഗഡ് ടൈഗർ റിസർവ് ഫോറസ്റ്റിലാണ്, അകത്തുള്ളൊരു മ്യൂസിയത്തിലാണ് നിൽക്കുന്നത്. സോ ആ മ്യൂസിയത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ വന്നാണ് ഞങ്ങൾ. ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്കൊരു ഗുഫ കാണാം. ആ ഗുഫ ആക്ച്വലി 2000 കൊല്ലം പഴക്കമുള്ളൊരു ഗുഹയാണ്. 9 ഗുഹയുണ്ട് കേട്ടോ. അതിൽ പണ്ട് സന്യാസികളൊക്കെ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ഗുഹയാണ്. അതിനുശേഷം മിലിറ്ററി, ആർമി, രാജാക്കന്മാരുടെ സമയത്തുള്ള അവരുടെ സ്ട്രാറ്റജിക്കായിട്ടുള്ള പോയിൻ്റായിരുന്നു. ഇപ്പോൾ ടൈഗറും സ്ലോത്തും ബിയറും എല്ലാം വീടുണ്ടാക്കി വെച്ചിരിക്കുക. അതിൻ്റെ അകത്ത് അതിനൊരു ഡിപ്പിക്ഷൻ വെച്ചിരിക്കുക ഇവിടെ. ഇതായിരുന്നു നമ്മളെ വയനാട്ടിൽ കാണുന്ന ഗോറാണ്. ബട്ട് നമ്മൾ റോങ്ലി ഇതിന് പേര് വെച്ചിരിക്കുന്നത് ഇന്ത്യൻ ബൈസൺ എന്നാണ്. ഇത് ഇവിടെ ഈ ബാന്ധവ്ഗഡ് ഫോറസ്റ്റിലും കാണാനുണ്ടായിരുന്നു പണ്ട്. നർമ്മദ റിവർ ആക്ച്വലി ഇതുവഴിയാണ് ക്രോസ് ചെയ്ത് നോക്കിയത്. അപ്പോൾ അതിൻ്റെ ഈ സൈഡിലായിട്ട്, ഈ ബാന്ധവ്ഗഡ് സൈഡിലായിട്ട് ബൈസൺസ് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ കാണാനില്ല ആരെയും. ലാസ്റ്റ് സൈറ്റിൽ ഏപ്രിൽ 1998. ഒരു വ്യത്യാസമുണ്ട്,
ഇവരെ എന്താ പറയുക ഇന്ത്യൻ ഗോർ എന്ന് പറയുന്ന നമ്മുടെ ഗോറിനെ ഇന്ത്യൻ ബൈസൺ എന്ന് റോങ്ലി വിളിക്കുന്ന ഗോറിനെ ഇവിടെ ബാന്ധവ്ഗഡ് ഫോറസ്റ്റിൽ റീഇൻട്രൊഡ്യൂസ് ചെയ്തു ഓൺ 2010-2011 and now the population is increased to 157 per year as of 2017. हम लोग केरला से हैं, so उधर दिखता है बहुत. केरला से? कहाँ से? केरला त्रिवेंद्रम. त्रिवेंद्रम? मैं पालक्काड. ओह. जहाँ जाओ पूरा इंडिया कहीं भी वर्ल्ड में केरला का एसेंस मिल जाता है. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ അച്ഛൻ ഇവിടെ വന്നത്. അച്ഛൻ വന്നിട്ട് ഈ പാർക്ക് ഉണ്ടാക്കിയത് ആദ്യം കാണിയിലെ പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ 3 വർഷം നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നു. അച്ഛൻ നമ്മുടെ തേക്കടിയിലായിരുന്നു. തേക്കടിയിൽ പിന്നെ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്ത്. ഇവിടെ ആന ഉണ്ടായിരുന്നില്ല ആദ്യം. നമ്മളവിടെ നിന്ന് ആന വരലിയാറ്. ഞങ്ങളുടെ വീട് ബാന്ധവ്ഗഡിൽ തലാ ഗേറ്റ് ഉണ്ട്. ഗേറ്റ് നമ്പർ 1 അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അനന്തശൈലിയിൽ വിഷ്ണു കിടക്കുന്ന പത്മനാഭസ്വാമി ടെമ്പിളിലെ കാണാൻ പറ്റുന്ന പോലെ അതുപോലൊരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ശിവജിയുണ്ട്, വിഷ്ണുവുണ്ട്, ബ്രഹ്മയുണ്ട്. അതിലൊരു ഡിപ്പിക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. सो फॉरेस्ट के अंदर है. फॉरेस्ट के अंदर. अच्छा. इधर घर भी है. ये कृषि फार्मिंग. ये मतलब ये है, ये चरण गंगा की उसमें इन लोग खेती कर रहा है. ये 12 महीना इसमें 300 दिन पानी है. ये गंगा है. हाँ, चरण गंगा. ये अपन 1 नंबर गेट जाएंगे तो बाबा पाएंगे. सफारी की പോകുമ്പോഴത്തേക്ക് വണ്ടി നിർത്തി തരുമോ കാണാനായിട്ട്? हाँ, देखते हैं नाला में मतलब कैसा टिकट कितना नोटते. ये नहीं जा सकता. ये देखो ना जन्माष्टमी में बंद खुलता है. नहीं, रामनवमी में बंद कर दिया. ये कृष्ण जन्माष्टमी में खुलेगा तो आपको पैदल जाना पड़ेगा. उसके 30 जून को पार्क बंद हो जाता है. फिर प्राइवेट गाड़ी नहीं जाएगा. इसीलिए क्यों पैदल यात्रा. ओके. तो जंगल के अंदर भी एक टेम्पल है एक्चुअली. बट आप लोग इनका करना बहुत बड़े. ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. क्योंकि वहाँ पर भी टाइगर है ना, जंगल है. ऐसे टॉप में आपको यहाँ से शेख सैयद तक जिप्सी ले जाएगा. फिर वहाँ से आपको पैदल जाना. उसी समय में टाइगर मिल गया तो आप क्या कर लोगे? आपके गाइड क्या कर सकता? इस कारण से 2000 കൊല്ലം മുമ്പ് എന്താ പറയുക ഈ സ്ഥലം ബാന്ധവ്ഗഡ് ഏരിയ ആക്ച്വലി നല്ല സ്പിരിച്വലി ഇവോൾവ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. നിങ്ങൾ കാണുമ്പോൾ അറിയാം ഒത്തിരി ബുദ്ധ സ്റ്റാച്യൂസ്, ഒത്തിരി വിഷ്ണു സ്റ്റാച്യൂസ്, ശിവ സ്റ്റാച്യൂസ്, പിന്നെ ടെമ്പിൾ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ബാന്ധവ്ഗഡ് കാട്ടിനകത്ത് ഒരു അമ്പലമുണ്ട്. ആ അമ്പലം ആക്ച്വലി കൃഷ്ണ ജന്മാഷ്ടമിക്ക് മാത്രമേ തുറക്കുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നടന്നു പോകാനുള്ള ഓപ്ഷനുണ്ട്. ഇല്ലെങ്കിൽ ആർക്കും കൂടെ നടന്നു പോകാൻ പറ്റില്ല. കാരണം പോകുന്ന വഴിക്ക് ടൈഗറിനെ കാണാം, അനിമൽസിനെ കാണാം. അനിമൽസ് കണ്ടു കഴിഞ്ഞാൽ ഓൾബിയസ്ലി പോലെ അവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. അപ്പോൾ അല്ലാത്ത സമയത്ത് എൻട്രി ഇല്ല. ജന്മാഷ്ടമി കൃഷ്ണ ജന്മാഷ്ടമി സമയത്ത് എൻട്രി ഉണ്ട്. केरला से आया. केरला से आया है. हाँ. अपने पापा के साथ में, लेकिन उस टाइम पापा नहीं था तो इसलिए पापा का फोटो नहीं है. अपने आप ही आया था. लॉरी में लेके आया था. हाँ, नहीं ट्रेन से आया. ट्रेन से आया था. ट्रेन से आया. अपने हाथी के नाम है गौतम. इंटरेस्टिंग स्टोरी है. പറയായിരുന്നു ആൻറ്റിയുടെ ഫാദറാണ് ആക്ച്വലി കേരളത്തിൽ നിന്ന് ആന ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ ആന ഇല്ലായിരുന്നു പണ്ട്. ബട്ട് എന്താണ് കാട്ടിനുള്ളിൽ ടൈഗറിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, പെട്രോളിങ് ചെയ്യാനായിട്ട്, എന്താ പറയുക, ഉള്ളിലേക്ക് പോകാനായിട്ട് എലിഫൻ്റ് ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ ആൻറ്റിയുടെ ഫാദറാണ് കൊണ്ടുവന്നത് എലിഫൻറ്റിനെ. ആ ആനയ്ക്ക് 70 വയസ്സായി. ആ ആനേനെ ആക്ച്വലി ട്രെയിനിലാണ് കൊണ്ടുവന്നത്. ഇവിടെ പോലെ ആലോചിച്ചിരിക്കേ. അപ്പോൾ ഇത് ബാന്ധവ്ഗഡ് ഫോർട്ടിൻ്റെ ഒരു ഡിപിക്ഷനാണ്. താഴെ കാണുന്നത് വിഷ്ണുജി, ശിവജി എന്ന ബ്രഹ്മാവാണ്. മുകളിലേക്കാണ് ഫോർട്ട്. എന്ത് വലിയ ഏരിയ അല്ലേ. ഒരു कबीर गुफा है. कबीर गुफा. कबीर दास है. इसका इनका भी मेला होता है ये दिसंबर में. ये वाला ये वो 4 बने हैं ना. ये वाला कबीर गुफा. कबीर गुफा.
ये क्या है? ये नटराज, ओके। लेकिन लक्ष्मण के नाम से ये किला है। लक्ष्मण के नाम पे? हाँ, लक्ष्मण के नाम से एक किला है। वहाँ लिखा ना है, मैंने अपनी लंका से सीता को रावण ले गया था। हाँ हाँ हाँ। रावण ले गया था, रावण फिर रावण को वध करके लंका से लौट के आए। हाँ। तब ये किला राम जी बना के लक्ष्मण को दिया। ओके। ये बड़ा बड़ा मूर्ति जो है, ये लक्ष्मण है, ये विष्णु जी का अवतार है। हाँ। ये बड़ा अवतार, ये कुर्मा अवतार, मत्स्य अवतार कमरे में है, इसीलिए वो बाद में। ये सब जगह जाने के लिए आपको जन्माष्टमी में आना पड़ेगा। जन्माष्टमी में आना होगा। इसमें 9 कमरे हैं। हाँ, उसमें जो लिखा है तो ये कोई नहीं पढ़ पाया। ബ്രഹ്മി സ്ക്രിപ്റ്റ്സ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ കേവ്സ്. ഇതിനകത്ത് 9 റൂമുണ്ട്, ഒത്തിരി ഇൻസ്ക്രിപ്ഷൻസ് അതിനകത്തുണ്ട്. അതെല്ലാം ബ്രഹ്മി സ്ക്രിപ്റ്റ്സിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഇതുവരെ ഡീകോഡിയെ പറ്റിക്കാണ് ഒബ്വിയസ്ലി. അപ്പോൾ ഇതെല്ലാം ഈ രാജയുടെ എന്താ പറയുക രാജ്യത്തിനകത്തായിരുന്നു. അപ്പോൾ 1923 രാജ ഗുലാബ് സിംഗ് 83 ടൈഗേഴ്സിനെയാണ് കൊന്നത് ഒരു കൊല്ലത്തിൽ. तो हम लोग आने के टाइम में यहाँ टाइगर ज्यादा नहीं थे। ज़्यादा नहीं था. हाँ, अभी अभी बहुत टाइगर हो गया कि गवर्नमेंट कंट्रोल कर लिया ना। सही. जब मेरा पोस्टिंग हुआ था, ये मेरे पापा का नौकरी है। हाँ, मेरे पापा जब एक्सपायर हो गया, आर्मी से एक्सपायर हुआ ना, जब मेरी पोस्टिंग हुआ तो यहाँ लेडीज नहीं था. मैं अकेले एक लेडीज। हाँ। अभी तो ज्यादा आदिवासियों की भर्ती हो गई ना, ಬೇಗ ಜಾಸ್ತಿ. ನಮ್ಮಲ್ಲಿ അവിടെ മലയാളം വരും, ഇവിടെ ಬೇಗ വരും. ഈ മ്യൂസിയം തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? ഈ മ്യൂസിയം അത് ഇവിടെ ഒരുപാട് നാളായി. ആദ്യം ആനയിൽ പോവുമായിരുന്നു. ആദ്യം ജിപ്സി ഉണ്ടായിരുന്നില്ല. 1 घंटे का 30 रुपया पे 30 रुपया था. 30 പണ്ട് ബാന്ധവ്യങ്ങളിൽ വരുമ്പോഴത്തേക്കും സഫാരിക്കുള്ള ഓപ്ഷൻ ഉണ്ടായിരുമ്പോഴത്തേക്കും ജീപ്പ് സഫാരി അല്ല, ആനയുടെ മുകളിൽ സഫാരി പോലുള്ള ഓപ്ഷനായിരുന്നു. വളരെ തുച്ഛമായിട്ടുള്ള പൈസയ്ക്ക്. പക്ഷെ അതിനുശേഷം എന്താ പിന്നെ ജീപ്പ് സഫാരി വന്നു. ജീപ്പ് സഫാരിയിൽ കുറച്ച് ദൂരം കൊണ്ടുപോകും, അത് കഴിഞ്ഞ് ആനയുടെ മുകളിൽ പോകാം, അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആനയുടെ മുകളിൽ സഫാരി ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. കാരണം എന്താ പറയുക, ഓൾമോസ്റ്റ് 8-9 മണിക്കൂർ ആനയെ കഷ്ടപ്പെടുത്തണം. ആ വെയിറ്റൊക്കെ താങ്ങി അതുപോലെ ഭക്ഷണവും വെള്ളമൊന്നും ഇല്ലാതെ ഒത്തിരി പാടുപെടുവാണ്. അതുകൊണ്ട് ആ ഓപ്ഷൻ നിർത്തി ഇപ്പോൾ ഓൺലി ജീപ്പ് സഫാരി. നെയിം ബാന്ധവ്ഗർ is derived from the word Bandhav meaning brother and Gar means fort. Legend has it that Lord Rama on his return journey from defeating Ravana, the demon king of Lanka, passed through what is today the Bandhavgarh forest. He built a fort here and gifted it to his devoted younger brother Lakshman. इधर कोई भी नहीं रहता है ना, चौकीदार है, बारिश टावर है, ये टावर लगा है, मतलब वहाँ पूजा भी हो जाएंगे. इसीलिए ब्राह्मण को रखे हैं. ഇതെല്ലാം കാട്ടിനുള്ളിലാണ്. എല്ലാം ഈ ബാന്ധവ്ഗറിലെ ഫേമസ് ടൈഗറാണ്. ഇതിന്റെ പേര് ചാർജർ. ये और सीता. 2 ടൈഗറുണ്ടായിരുന്നു, ചാർജർ ആൻഡ് സീത. അപ്പോൾ ഇതിന്റെ ഒരു ഡിപിക്ഷൻ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇതിന് വയസ്സായി ആ സമയത്തുള്ള ഫോട്ടോയാണിത്. ഇതിന്റെ ഫാമിലിയാണ് ഇപ്പോൾ കാണുന്ന മെയിൻ ടൈഗേഴ്സ് എല്ലാം ഇതിന്റെ ഫാമിലിയാണ്. ये पूरा അതിന്റെ ये ഫോട്ടോസ് सब खत्म हो चुका है, ये सब पुराना टाइगर. ये भी चार्जर, ये बिल्कुल आपकी उम्र में जवानी का है. वो हमारी उम्र का हो गया. बीटू गिवन इसको है ना, ये बीवन है, ये बीटू है. इसको तो हम ऐसे पास में पाए. ज्यादा अटैक करने के लिए नेचर नहीं है. नहीं, आजकल के टाइगर अटैच कर लेते, पहले के टाइगर नहीं करता. बीटू को हम ऐसे पाए, सिर्फ हम 3 लेडीज था. जो लेडीज एक बैठी है ना, वो और 2 लेडीज अलग रहा. अच्छा. तो हम तीनों ऐसे पैदल जाना पड़ता बरसात में. बारिश में पेट्रोलिंग करने जाते हैं, तो हम लोग ऐसे बैठा रहा तो थक गया. तो वो बगल में पानी था, ये सीधे आके पानी में ऐसे उतरा. तो मेरे जो भाई लोग कहने लगे, दीदी ये क्या है? कहाँ? बोली ये टाइगर तो है. और कहाँ है? हम कह रहे चुपचाप रहना, उठ के खड़े हो जाओ, हाथ ना हिलाना. कभी भी अपन जानवर को देखते तो हाथ नहीं हिलाना चाहिए. उसकी नजर लगाए रहो, आप ऐसे खड़े रहो, तो वो ठीक नहीं. ഞങ്ങളപ്പോൾ മ്യൂസിയത്തിൽ ഇപ്പോൾ ഇറങ്ങി. അടിപൊളി മ്യൂസിയം, നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അവിടെ എന്താ പറയുക, മ്യൂസിയത്തിലൊരു കെയർ ടേക്കർ ഉണ്ട്, അത് നല്ല മലയാളിയാണ് ആള്, നിങ്ങൾ കേട്ടാണ് ഓൾറെഡി.
നല്ല ഇൻഫോർമേറ്റീവായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അപ്പോൾ ഈ ഞങ്ങളിപ്പോൾ ഇറങ്ങി മ്യൂസിയത്തിൽ നിന്ന് ആ ലെഫ്റ്റ് സൈഡിൽ ആ സൈഡിലായിട്ട് കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ, സഫാരി ബുക്കുകളുടെ ടിക്കറ്റ് കൗണ്ടർ. ആൻഡ് ഈ സൈഡിലായിട്ട് ഗേറ്റാണ്, മെയിൻ ഗേറ്റ്. അപ്പോൾ ഇതുവഴിയാണ് നിങ്ങൾ വരേണ്ടത്. അതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ ആ കാണുന്നതാണ് സൊവിനിയർ ഷോപ്പ്. ആൻഡ് ആ സൈഡിലായിട്ട് വീണ്ടും ഇവിടെ എന്താ പറയുക, ബാന്ധവ്ഗഡിൻ്റെ ഗവൺമെൻറ്റിൻ്റെ തന്നെ സ്റ്റേ ഓപ്ഷൻ ഉണ്ട്. ബാന്ധവ്ഗഡ് ഫോറസ്റ്റിനകത്ത് ആക്ച്വലി കിടിലം ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോനകത്ത് ഒത്തിരി സ്കൾപ്ചേഴ്സും ആർക്കിടെക്ചറും പിന്നെ ഒരു ടെമ്പിളും ഉണ്ട്. എല്ലാ ദിവസവും പോകാൻ പറ്റില്ല നമുക്ക്. കൃഷ്ണ ജന്മാഷ്ടമി ഞാൻ നേരത്തെ കാണിച്ച് നിങ്ങൾ പറഞ്ഞു തന്നതാണ്, എന്നാൽ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണ്. കൃഷ്ണ ജന്മാഷ്ടമി ആ സമയത്ത് ഒരു ദിവസം മാത്രമേ തുറക്കുള്ള ടെമ്പിൾ. അപ്പോൾ നമുക്ക് ആ ഫോട്ടോ ഒക്കെ പോയി കാണാം. അതുപോലെ ഈ നാഷണൽ പാർക്ക് ആക്ച്വലി ജൂലൈ സമയമാകുമ്പോൾ ക്ലോസ് ആവും. അത് കഴിഞ്ഞ് വീണ്ടും എന്താ പറയുക, ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷമേ തുറക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ കൃഷ്ണ ജന്മാഷ്ടമിയിൽ വരാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും, ഫോട്ടോയും കാണാം.